السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله وسلم وبارك على نبينا وحبيبنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية قصدنا ولا إلى النار مصيرنا يا رب العالمين. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ മതം ദീനുൽ ഇസ്ലാം ആഴത്തിൽ പഠിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു തൗഫീഖാണ്. അത് അമലാക്കാൻ കഴിയുക, അത് മനസ്സിലായി എല്ലാ ഇബാദത്തുകളിലും ഉൾക്കാഴ്ചയോടുകൂടി ഇബാദത്തെടുക്കാൻ സാധിക്കുക എന്നുള്ളത് അതിലും വലിയ തൗഫീഖാണ്. മതം പഠിക്കുന്നതിന് വേണ്ടി ഒരാളൊരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്ന ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ് ദീന് പഠിക്കുക എന്നുള്ളത്. അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന വിജ്ഞാന ശാഖയിലെ ഒരു ചെറിയ ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അതിൽ 38ാമത്തെ ബൈത്തിലാണ് നമ്മൾ ഉള്ളത്. ويفعل البعض من المأمور إن شق فعل سائر المأمور. മഅ്മൂറായ ഒരു കാര്യം, അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം, നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യം, നമ്മൾ കൽപ്പിക്കപ്പെട്ടതായ ഒരു മഅ്മൂർ, അത് പൂർണ്ണമായി ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എങ്കിൽ അതിൽ സാധിക്കുന്ന അത്ര ചെയ്യുക, അതിന്റെ കുറച്ചെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഫിഖ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചിരുന്നു. ദീനിൽ 2 രൂപത്തിലുള്ള അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന് ചെയ്യണം, നിർബന്ധമായും ചെയ്യണം, അതാണ് കൽപ്പനകൾ. അല്ലാഹു കൽപ്പിച്ചു നമ്മളോട് നിർബന്ധമായും ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യണം എന്ന് നമ്മോട് കൽപ്പിക്കുന്നത്. ചെയ്യരുത് എന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞ കാര്യങ്ങളും ഉണ്ട്, രണ്ടാമത്തത്. അപ്പൊ ചെയ്യണം എന്ന് കൽപ്പിച്ചത് പരമാവധി ചെയ്യുക എന്നുള്ളതാണ് കൽപ്പന. ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പരമാവധി ചെയ്യരുത് എന്നുള്ള അവസ്ഥ അല്ല, തീരെ ചെയ്യരുത്, പാടെ ചെയ്യരുത് എന്നാണ് അതിലുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ നമസ്കാരത്തെ പറ്റി നമ്മൾ പറഞ്ഞു. നിസ്കരിക്കലാണ് നിസ്കാരത്തിന്റെ റുക്കിനാണ്, ഫർദ് നിസ്കാരത്തിന്റെ റുക്കിനാണ് എഴുന്നേറ്റ് നിൽക്കൽ. അപ്പൊ നിൽക്കാൻ കഴിയാത്ത ഒരാൾ ഇരുന്ന് നിസ്കരിക്കുക. നിൽക്കാൻ കഴിയാത്ത ആളാണ് ഇരുന്ന് നിസ്കരിക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്തവർക്കില്ല. ഈ കസേര നിസ്കാരം വ്യാപകമായ സാഹചര്യം ഉണ്ട്. ഈ കസേരയിൽ നിസ്കരിക്കുന്ന പലരും അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. പല ആളുകളും വളരെ കഷ്ടപ്പെട്ട് പള്ളിയിൽ വരുന്നവരാണ്, തന്നെ കൊണ്ടാവുന്ന വിധം ആ കൽപ്പന നിറവേറ്റുന്നവരാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട വിഷയം തന്നെയാണ്. എന്നാലും അതിലൊരു പ്രശ്നം ചില ആളുകൾക്കുള്ളത്, വളരെ ലാഘവത്തോടു കൂടി ആ വിഷയത്തെ സമീപിക്കുന്നവരുണ്ട്. ഇപ്പൊ സാധാ എല്ലാ നിലക്കും അയാൾ എണീറ്റ് നിൽക്കും, എല്ലാ പണിയും ചെയ്യും, പക്ഷെ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ മാത്രം ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ളത് അതൊരിക്കലും ദീന് പഠിപ്പിച്ചിട്ടില്ല. കഴിയില്ല എങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, ഇനി ഇരുന്നിട്ടും കഴിയില്ലെങ്കിൽ കടന്ന് നിസ്കരിക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
എന്നാ കള്ളുകൂടിന്റെ വിഷയത്തിൽ അങ്ങനെ ഉണ്ടോ? എനിക്ക് ഫുള്ള് കള്ളുകൂടി ഒഴിവാക്കാൻ പറ്റൂല, അപ്പൊ കുറച്ച് കുടിക്കുക, ഞാൻ എന്നെ കൊണ്ട് ആവണത്ര ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ ഈ വിഷയത്തിൽ, കള്ളുകൂടിന്റെ വിഷയത്തിൽ പറ്റില്ല. കാരണം കള്ളുകൂടി എന്ന് പറയുന്നത് അള്ളാഹ് നിരോധിച്ച കാര്യമാണ്, നിസ്കാരം അള്ളാഹ് കൽപ്പിച്ച കാര്യമാണ്. അപ്പൊ രണ്ടും തമ്മിൽ ശറഅയില് വ്യത്യാസമുണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതെന്തൊക്കെയാണ് വ്യത്യാസം എന്ന് ചോദിച്ചാല്, പിന്നെ കൽപ്പന നമ്മൾ ചെയ്യുക എന്നുള്ളത് അതൊരു പുതിയ അമലാണ്, ഒരു കർമ്മമാണ്, അമലാണ്. നമ്മൾ ഒരു പുതിയ കർമ്മം ചെയ്യണം. ഇപ്പൊ നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞാൽ അത് നമ്മൾ പുതിയൊരു കർമ്മം നമ്മൾ ചെയ്യാണ്. കള്ള് കുടിക്കരുത് എന്നുള്ള പറഞ്ഞാൽ, മൻഹി പറഞ്ഞാൽ ഇപ്പുള്ള പോലെ പോയാൽ മതി, അത് പുതിയതായിട്ട് അമലൊന്നും ചെയ്യേണ്ടതില്ല, ഇപ്പുള്ള പോലെ പോയാൽ മതി. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി വേറൊരു വ്യത്യാസം പറയുകയാണെങ്കിൽ, നമ്മളോട് ഒരാള് ആപ്പിള് കഴിക്കരുത് എന്ന് പറഞ്ഞു വിചാരിക്കുക, ആപ്പിള് കഴിക്കരുത്. നമ്മൾ കുറച്ച് കഴിച്ചാൽ തന്നെ ആ കഴിക്കരുത് എന്നുള്ളതിനത് ബാധിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നമ്മള് ഉറക്കം വരുന്നുണ്ടോ? സുബഹി നേരത്തെ ആയതുകൊണ്ടേ അള്ളാഹു സ്വീകരിക്കട്ടെ. ആപ്പിള് കഴിക്കരുത് എന്നൊരാൾ നമ്മളോട് പറയാണ്. അപ്പൊ നമ്മൾ അതിൽ കുറച്ച് ആപ്പിളിന് ചെറിയൊരു കഷ്ണം കഴിച്ചാൽ തന്നെ കഴിക്കരുത് എന്നുള്ളതിന് ഒരു പ്രശ്നമായല്ലോ. അതെ, നമ്മളോട് പറയണ ഒരാള് നമ്മുടെ ആപ്പിള് കഴിക്കണം, ഒരു ആപ്പിൾ എന്നിട്ട് ഈ ആപ്പിൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിച്ചത് ഫുള്ള് കഴിച്ച പോലെ ആവുമോ? ഇല്ല. ഇതാണ് കൽപ്പനന്റെയും നിരോധനത്തിന്റെയും വ്യത്യാസം. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം എന്ന് പറയാണ്. പിന്നെ ഇനി വേറൊന്നുള്ളത്, നമ്മളെ കൊണ്ട് ഈ കായിക അവസാനിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു വിഷയമാണ്, ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചാൽ പരമാവധി ചെയ്യുക എന്നാണല്ലോ പറഞ്ഞത്. നമ്മളെ കൊണ്ട് ആവണം എത്ര കർമ്മം ചെയ്യാന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? നമ്മളെ കൊണ്ട് ആവണം എത്ര കർമ്മം ചെയ്യാം. നമ്മളോട് അള്ളാഹു ഒരു കാര്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടാൽ നമ്മളെ കൊണ്ടാവുന്ന അത്ര കർമ്മം ഉഷാറാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര ചെയ്യാം. ഒരു ഭാഗം നമുക്ക് കഴിയില്ലെങ്കിൽ പ്രശ്നമല്ല. എന്നാൽ ഇവിടെ നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് ആ വിഷയം പഠിക്കുകയാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഈ വിഷയം ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ അള്ളാഹ് കൽപ്പിച്ചതിൽ കഴിയും, ചിലത് കഴിയൂല. ഇതാണല്ലോ വിഷയം. അള്ളാഹ് കൽപ്പിച്ച ഒരു വിഷയത്തിൽ അതിന്റെ ചിലത് നമുക്ക് കഴിയും, ചിലത് എന്ത് ചെയ്യൂല, കഴിയൂല. അപ്പൊ നമ്മൾ പറഞ്ഞത് കായിക പ്രകാരം പറഞ്ഞത് നമ്മളെ കൊണ്ട് കഴിയണത് ചെയ്യണം എന്നാണ്. എന്നത് എല്ലാ സന്ദർഭങ്ങളിലും ഇങ്ങനെയല്ല. കാരണം നമുക്ക് കഴിയുന്നത് പല രൂപത്തിലുണ്ട്. നമുക്ക് കഴിയുന്ന ഒരു കാര്യം ചിലപ്പോൾ ശറ ഉദ്ദേശിച്ചതാവൂല, അതുണ്ടാകണം എന്നല്ല ശറ ഉദ്ദേശിച്ചത്. ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞാൽ, ഫാത്തിഹ ഓതൽ നിസ്കാരത്തിന്റെ എന്താണ്? റുക്നാണ്. ഒരാൾ ഫാത്തിഹ ഓതാൻ നിസ്കരിച്ചാൽ നിസ്കാരം എന്ത് ചെയ്യൂല, സ്വീകരിക്കൂല. ഇപ്പൊ ഫാത്തിഹ ഓതണമെങ്കിൽ എന്ത് ചെയ്യണം? ചുണ്ടനക്കി തന്നെ ഓതണല്ലോ, വേണ്ടേ? ഫാത്തിഹ മനസ്സിൽ ഓതിയാ പോരല്ലോ, പോരാ. നമ്മൾ എങ്ങനെ തന്നെ ഓതണം? ചുണ്ടനക്കി ഓതണം. ഒരാൾക്ക് ഫാത്തിഹ അറിയില്ല, അയാൾ ഇന്ന് രാവിലെ മുസ്ലിം ആയതാണ്, അയാൾക്ക് ഫാത്തിഹ അറിയില്ല, ഇന്ന് രാവിലെ അയാൾ മുസ്ലിം ആയിട്ടുള്ളൂ. പക്ഷെ അയാൾക്ക് ചുണ്ടനക്കാൻ കഴിയും. കൽപ്പന എന്താണ്? ചുണ്ടനക്കി ഫാത്തിഹ ഓതണം. ഇയാൾക്ക് ഫാത്തിഹ അറിയില്ല, ചുണ്ടനക്കാൻ കഴിയുമല്ലോ, സ്വാഭാവികമായിട്ടും ചുണ്ടനക്കാൻ കഴിയുമല്ലോ. ഫാത്തിഹക്കല്ല, ചുണ്ടനക്കാൻ വെറുതെ കഴിയും. അപ്പൊ അയാളെ കൊണ്ടാവണത് ചുണ്ടനക്കലാണല്ലോ. അതുകൊണ്ട് ചുണ്ടനക്കൽ ചെയ്യണോ? അതിന്റെ ആവശ്യമില്ല. തസ്ബീഹും ദിക്റൊക്കെ ചൊല്ലാന്നല്ലാതെ ഞാൻ ഇന്നെ കൊണ്ടാവണത് ചുണ്ടനക്കാണെങ്കിൽ എനിക്ക് കഴിയുമല്ലോ, അതിന്റെ ആവശ്യമില്ല. കാരണം ചുണ്ടനക്ക എന്നുള്ളതല്ല മതം ലക്ഷ്യം വെച്ച എന്താണ്? ഫാത്തിഹ ഓതി കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ എന്നെ കൊണ്ടാവണം എത്ര എന്നുള്ളതിൽ അത് പെടൂല. ഒന്ന്. ഇനി അതേപോലെ തന്നെ നല്ല കഷണ്ടി ഉള്ള ഒരാള് അല്ലെങ്കിൽ മുടി ഇല്ലാത്ത ഒരാള്, അയാള് ഹജ്ജിനും ഉംറക്കും പോയി, അപ്പൊ അയാള് മുടി മൊട്ടയടിക്കണല്ലോ. അപ്പൊ ഞാൻ ചെറിയ കത്തി എടുത്തിട്ട് വരണ്ടണോ? വെറുതെ എന്നെ കൊണ്ട് ആവണത്ര ഞാൻ ചെയ്യാന്നുള്ള നിലക്കില്ല. അയാൾക്കും ഷെറ എന്താ പറയണത്? മുടി ഇല്ലാതിരിക്കുക എന്നുള്ളതാണല്ലോ.
അതവിടെ ഉള്ളതോട് കൂടി ഇനിയിപ്പോ ഇത് ചെയ്യേണ്ട ആവശ്യം എന്നെ കൊണ്ടാവണം എത്രയെന്നുള്ളതിൽ അത് പെടൂല. ഇനി വേറൊന്ന്, അള്ളാഹു വാജിബാക്കിയത് വേറൊന്നിന്റെ ഒരു തുടർച്ച എന്നോണം അള്ളാഹു വാജിബാക്കിയതാണ്. ഉദാഹരണം ഇപ്പൊ നമ്മള് ഈ കൈമുട്ടിന്റെ തലഭാഗം നമ്മൾ കേൾക്കൂലേ? കൈമുട്ടിന്റെ തലഭാഗം നമ്മൾ കേൾക്കും. കുറച്ചും കൂടി ഇങ്ങോട്ട് നമ്മൾ കുറച്ച് കേൾക്കും. ഇലൽ മിർഫഖ് ഇലൽ മറാഫിഖ് എന്ന് പറഞ്ഞത് നമ്മൾ കുറച്ച് കയറ്റി കേൾക്കും. അങ്ങനെയാണല്ലോ ഉള്ളത് നമ്മൾ ഇത് എടുക്കുമ്പോ. അത് ശറഅ് കൽപ്പിച്ചത് സൂക്ഷ്മത എന്താണെന്നാണ്. നമ്മൾ കൈമുട്ട് വരെ എന്ത് ചെയ്യണം? നനയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൈമുട്ട് നനയാൻ വേണ്ടിയിട്ടാണ്, അത്ര വരെ നനയാൻ വേണ്ടിയിട്ടാണ് ശറഅ് നമ്മോട് കൽപ്പിച്ചത്. ഒരാൾക്ക് അത്ര ഭാഗമില്ല, ഈ ഭാഗം വരെ കൈ മുറിഞ്ഞു പോയിട്ടുണ്ട്, പിന്നെ ഇനിയിപ്പോ ആ തല മാത്രമായിട്ട് കഴുകണം എന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യം ഇല്ല. ഇവിടെ ജസ്റ്റ് വെള്ളം നനക്കണോ? ഇവിടത്തിട്ടാണല്ലോ കഴുകണത്, ജസ്റ്റ് ഇവിടെ വെള്ളം തൊടുക, അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യം ഇല്ല. കാരണം അതുള്ള കൽപ്പിച്ചത് ഇത് പൂർണ്ണമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു ഉദാഹരണം, പിന്നെ നമ്മുടെ ഒരു വിഭാഗത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നോമ്പ് എത്ര വരെ നോമ്പ് വെൽക്കണം നമ്മള്? സുബഹി തൊട്ടിട്ട് മഗ്‌രിബ് വരെ. ഒരാൾ പറയാൻ എനിക്ക് അസർ വരെ കഴിയും, എനിക്ക് അസർ വരെ നോമ്പ് വെൽക്കാൻ കഴിയും, അല്ലെങ്കിൽ ളുഹർ വരെ എനിക്ക് നോമ്പ് വെൽക്കാൻ കഴിയും. അപ്പൊ എന്നെ കൊണ്ടാവണത് ഞാൻ എന്ത് ചെയ്യാ? മനസ്സിലായില്ല? എന്നെ കൊണ്ടാവണത് ചെയ്യാ. എന്താ അല്ലാഹ് പറഞ്ഞ? ഇപ്പൊ പരമാവധി വാജിബ് ചെയ്യാന്നാണല്ലോ ഇപ്പൊ നമ്മൾ കൽപ്പിച്ചത്. അത് പറ്റൂല. കാരണം അസർ വരെ നോമ്പ് വെൽക്കാന്നത് ഒരു പ്രത്യേക വിഭാഗത്തല്ല. വിഭാഗത്ത് എന്തേ ഉള്ളൂ? മഗ്‌രിബ് വരെ നോമ്പ് വെൽക്കണം. പിന്നെ അവസാനമുള്ളതാണ് നമ്മളിൽ പെടുക. നമ്മൾ പറഞ്ഞ പോലെ അതൊരു വിഭാഗത്താണ്. ഇപ്പൊ നമ്മൾ ചെയ്യണ നിസ്കരിക്കാൻ കഴിയില്ല, അപ്പൊ ഇരുന്ന് നിസ്കരിക്കുക, അതൊക്കെ ഇതിൽ പെടുള്ളൂ. അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മള് ഈ വിഭാഗത്തിന്റെ ഭാഗമാണ്, അത് വിഭാഗത്താണ് എങ്കിലേ ഈ പറയപ്പെട്ട കായികയുള്ളൂ എന്ന് വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. പരമാവധി ചെയ്യാന്നുള്ളത് തന്നെയാണ് ഒരു കൽപ്പന അല്ലാഹ് നമ്മളോട് കൽപ്പിച്ചാൽ ഈ രൂപത്തിലൊന്നും അല്ലെങ്കിൽ അതിന്റെ ഭാഗം ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഒരു ഭാഗം ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ ആ ഭാഗം നമ്മൾ ചെയ്തിരിക്കണം. കാരണം അത് നമ്മൾ കാണിക്കുന്ന ഒരു കൂറാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണും, ജുമാക്ക് വേണ്ടി അദ്ദേഹം ഒരുങ്ങി പുറപ്പെട്ട് ജയിലിലായിരിക്കെ ജയിലിന്റെ വാതിൽക്ക് വരെ പോകും, എന്നിട്ട് തിരിച്ചു വരും. അതിന് ജയിലിന്റെ വാതിൽക്ക് വരെ ഒരുങ്ങി പുറപ്പെട്ട് പോണത് അത്ര വരെ കഴിയും എന്നുള്ള നിലക്കാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അല്ലാഹു ആലം. എന്തായാലും പിന്നെ നമ്മളെ കൊണ്ടാകുന്ന അത്ര കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ അതിൽ ഇമാം സുയൂത്തി കൊടുത്ത ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു, കൈ മുറിഞ്ഞ ഒരാളാണെങ്കിൽ ബാക്കിയുള്ള ഭാഗം കേൾക്കുക, ഇവിടെ മുറിഞ്ഞേക്കണം, പിന്നെ ബാക്കിയുള്ള ഭാഗം കേൾക്കണം. ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാത്ത ഒരാള്, കുറച്ചേ മറക്കാൻ വസ്ത്രമുള്ളൂ, എന്നാൽ അത്ര മറച്ച് വേണം പോകാന്. അതേപോലെ ഫാത്തിഹ കുറച്ച് കഴിയുന്ന ആൾ അത്ര ഓതണം. പിന്നെ ഒരാള് അശുദ്ധിയുള്ള ആളാണെങ്കിൽ നജസ് ഉണ്ട്, അതിന് പിന്നെ അശുദ്ധിയുണ്ട്, പിന്നെ നജസ്സും ഉണ്ട്, രണ്ടിനും പാടെ വെള്ളമില്ല. അങ്ങനെയാണെങ്കിൽ നജസ് നീക്കി പെട്ടെന്ന് എന്ത് ചെയ്യണം? അയാള് കഴിയുന്ന പോലെ നിസ്കരിക്കണം. റുക്കുവും സുജൂദും കഴിയൂല, ഖിയാം മാത്രമേ കഴിയുള്ളൂ, എങ്കിൽ അത് ചെയ്യണം. നമ്മളെ കൊണ്ടാവണത്ര ഒരു കർമ്മത്തോട് നമ്മൾ കാണിക്കേണ്ട കൂറാണ് ഈ കായിക നമ്മളെ പഠിപ്പിക്കുന്നത്. ബാഗ് ചെയ്യുക, കുല്ല് കഴിയൂലെങ്കിൽ ബാഗ് ചെയ്യുക, ഫുള്ള് കഴിയൂലെങ്കിൽ കുറച്ച് ചെയ്യാം. അത് മഅ്മൂറാത്തിൽ മാത്രമാണ്, കൽപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ മാത്രമാണ്. വയുഫ്അലുൽ ബഅദു മിനൽ മഅ്മൂരി ഇൻ ശഖ്ഖ ഫിഅലു സായിരിൽ മഅ്മൂരി. ഇതാണ് ഖായിദ. അടുത്ത 39-ാമത്തെ ഒരു ബൈത്ത്, അടുത്തൊരു ബൈത്ത്.
وكل ما نشا عن المأذون فذاك أمر ليس بالمضمون وكل ما نشا عن المأذون അനുവദിക്കപ്പെട്ട ആളിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഫദാക അംറുൻ ലൈസ ബിൽ മദ്മൂനി അതിന്റെ ജാമ്യം അയാളെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ജാമ്യം അയാളെ ഏൽക്കേണ്ടതില്ല. മനസ്സിലായില്ല? മനസ്സിലായല്ലോ? അനുവദിക്കപ്പെട്ട ആളാണ്, അയാളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനം മൂലം നാശം വന്നാൽ ആ നാശത്തിന്റെ ഉത്തരവാദിത്വം അയാളെ ഏൽക്കേണ്ടതില്ല. ഇപ്പൊ ഒരാൾക്ക് ഒരു പണി അള്ളാഹു അനുവദിച്ചു കൊടുത്തു, മതം അനുവദിച്ചു കൊടുത്തു, എന്നിട്ട് അയാളിൽ നിന്ന് നാശനഷ്ടം ഉണ്ടായി, ഇത് ചെയ്യുന്നതിലൂടെ ചില നാശങ്ങൾ ഉണ്ടായി എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കുണ്ടാവില്ല? ഈ വ്യക്തിക്ക് ഉണ്ടാവില്ല. പൊതുവെ നമ്മളിൽ നിന്നുണ്ടാകുന്ന എല്ലാ നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം ആരെ ഏറ്റെടുക്കണം? നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഒരാളെ പാത്രം പൊട്ടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ പാത്രം വാങ്ങിക്കൊടുക്കണം. അതാണല്ലോ നമ്മൾ ഒമാനുണ്ട്, നമ്മൾ കുറെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഒരു ഭ്രാന്തനായ ആളാണെങ്കിൽ കൂടി അയാൾക്ക് കുറ്റം കിട്ടൂല, പക്ഷെ അയാൾ എന്ത് ചെയ്യണം? ഒമാന ഏൽക്കണം എന്ന് വരെ നമ്മൾ ഇതിൽ പറഞ്ഞേക്കണം, ക്ലാസ്സിൽ പറഞ്ഞേക്കണം. ഒരാൾക്ക് ഭ്രാന്തുണ്ട്, പക്ഷെ അയാൾ വേറൊരുത്തന്റെ സ്വത്ത് നശിപ്പിച്ചാൽ ആ സ്വത്തിന്റെ ഉത്തരവാദിത്വം ഇയാൾ ഏറ്റെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇയാളുടെ സ്വത്തൊന്നും പോകും നമ്മൾ പറഞ്ഞേക്കണം. ഇപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു പാത്രം പൊട്ടിച്ച ചരിത്രം നമുക്ക് അറിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പാത്രം വാങ്ങിക്കൊടുക്കണം, വേറെ പാത്രം വാങ്ങിക്കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഒരാളുടെ സാധനം നശിപ്പിച്ചാൽ, അത് ഇനി മനഃപൂർവ്വം ആണെങ്കിലും മനഃപൂർവ്വം അല്ലാതെ അറിയാതെ നശിപ്പിച്ചാലും, നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടാൻ വേണ്ടി നശിപ്പിച്ചാലും, എങ്ങനെയാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം, ഇതിന്റെ ജാമ്യം നമ്മൾ ഏൽക്കണം, അതിന്റെ പണം നമ്മൾ കൊടുക്കണം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു നിർത്തുന്ന ചില സാഹചര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ബൈത്തിൽ പഠിക്കണത്. ഒന്ന്, അയാൾക്ക് മതം അനുവദിച്ചു കൊടുക്കുക. മതം അള്ളാഹു അനുവദിച്ചു കൊടുത്ത വിഷയമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം, ഓരോ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചോളി. ഒരാളുടെ കൈ മുറിച്ചു, ഇപ്പൊ നമ്മൾ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന ഒരു നാടാണെന്ന് വിചാരിക്കുക. മോഷ്ടിച്ച എന്താ കുറ്റം? ഉറങ്ങിയ കുറ്റമൊന്നുമില്ല കേട്ടോ. മോഷ്ടിച്ച എന്താ കുറ്റം? മോഷ്ടിച്ചാല് കൈ വെട്ടണം. ഇങ്ങനെ കൈ വെട്ടുമ്പോ, അതായത് കാലിൽ ഏൽപ്പിച്ച ആളാണ് കൈ വെട്ടിയപ്പോ, കൈ മുറിച്ച് ചോര വാർന്ന ഇയാൾ മരണപ്പെട്ടു പോയി. കൈ മുറിച്ചതിന്റെ പേരിൽ ചോര വാർന്നിട്ട് മരണപ്പെട്ടു. ഈ കൈ മുറിച്ചപ്പോ പറ്റിയതാണ്. അപ്പൊ ഇയാളുടെ ഖിസാസ് ഉണ്ടോ? അതായത് ഇയാൾക്ക് പിന്നീട് ആ പറയപ്പെട്ട അത്ര പണം കൊടുക്കണോ, ബ്ലഡ് മണി കൊടുക്കണോ? വേണ്ടതില്ല. കാരണം ഇയാൾ കൈ മുറിച്ചത് ആരനുവദിച്ചതാണ്? മതം അനുവദിച്ചു കൊടുത്താണ്. എന്നാൽ ഒരാൾ വേറെ ഒരാളെ ആക്രമിച്ചിട്ട് അയാളെ കൈവെട്ടി അയാളുടെ ചോര വന്ന് മരിച്ചു പോയാൽ അതിന്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കേണ്ടി വരും? ഈ കൈമുറിച്ച ആളെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ എന്താ വ്യത്യാസം? ഒന്ന് മതം അനുവദിച്ച പ്രവൃത്തിയിലൂടെ ഉണ്ടായതാണ്, മറ്റൊന്ന് മതം അനുവദിക്കാതെ പ്രവൃത്തിയിലൂടെ ഉണ്ടായതാണ്. പറഞ്ഞത് മഅ്ദൂനായ ഒരാളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഫദാക അംറുൻ ലൈസ ബിൽ മദ്മൂനിന. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരാള് നിസ്കരിക്കുമ്പോ ഒരാൾ മുമ്പിലൂടെ പോയി, ഷറ എന്താ പറഞ്ഞത്? അയാൾ തടുക്ക. നമ്മളൊരാളെ തടുത്തപ്പോ കുറച്ച് ഊക്കുകൂടി, അയാൾ പിന്നെയും വന്നാണ്, തടുത്തപ്പോ ഊക്കുകൂടി കുറച്ചുകൂടി തള്ളിയിട്ടപ്പോ അയാൾ വീണ് കാലൊടിഞ്ഞു. ഇതിന്റെ പൈസ നമ്മൾ കൊടുക്കണോ? വേണ്ട. കാരണം ഇത് മതം അനുവദിച്ചാണ്. നിസ്കാരത്തിക്കുമ്പോ ഒരാൾ നടന്നു പോയാല് നമുക്ക് ആളെന്ത് ചെയ്യാ? തടുക്ക.
ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? അത് മതം എന്ത് ചെയ്തില്ല അത് വിചാരിച്ചിട്ട് അത് നമ്മള് ഒരു മറൊക്കെ വെച്ച് നിസ്കരിക്കട്ടില്ലേ, അങ്ങനെ ഒരു മറ വെച്ച് നിസ്കരിക്കുകയാണ്. എന്നിട്ട് ഒരാൾ എന്ത് ചെയ്യാണ്, മുമ്പ് കൂടി നടക്കണേ, നമ്മൾ തടുത്തു നോക്കുക. അപ്പൊ അയാൾ മാറിപ്പോവും. ഇനി മാറിപ്പോവാതെ ആരെങ്കിലും ഊക്കിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഊക്കിൽ തടുക്കണം എന്നാണ് പറഞ്ഞത്. കുറച്ചും കൂടി ശക്തമായി തടുക്കുമ്പോ അയാൾ വീണ് പരിക്ക് പറ്റിയാൽ ആ പരിക്കിന്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കേണ്ടതില്ല, നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല. എന്നാൽ നമുക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയ അയാളെ ഏറ്റെടുക്കും വേണം, തിരിച്ചു വേണം. അയാൾ ഇങ്ങോട്ട് തള്ളിയിട്ടേ നമ്മൾ നിസ്കാരപ്പാടെ മറിഞ്ഞു പോണു, അപ്പൊ അത് ആളെ ഏറ്റെടുക്കും വേണം. ഓക്കെ, വേറെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ശറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അമീന്. പണം നമ്മൾ ഒരാളെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു സമ്പത്തിന്റെ ഒരു വിഷയം, പണമോ കാറോ ഒരു വസ്തു നമ്മൾ ഒരാളെ ഏൽപ്പിച്ചു. അപ്പൊ അമീന് ബഹുമാനില്ല. അയാള് അതിര് കടക്കാത്തടത്തോളം കാലം, വീഴ്ച വരുത്താത്തടത്തോളം കാലം. ഇപ്പൊ നമ്മളൊരാളെ പൈസ ഏൽപ്പിച്ച് അയാളിന്ന് കട്ടുകൊണ്ടുപോയി, അത് അയാള് നല്ല ലോക്കറൊക്കെ തന്നെ വെച്ച് പൂട്ടിയത്, എവിടെയെങ്കിലും വെച്ചോന്നല്ല. പക്ഷെ അത് കെട്ടുകൊണ്ട് കഴിഞ്ഞപ്പോ അയാൾ അതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടതില്ല. എന്നാൽ എവിടെയെങ്കിലൊക്കെ വെച്ച് വേറൊരാളെ പൈസ അല്ലേ, നമ്മളൊന്നല്ലല്ലോ. അങ്ങനെ പോയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യേണ്ടി വരും, ഏറ്റെടുക്കേണ്ടി വരും ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ ഷാര് അനുവദിക്കാത്ത, ഞാൻ ഉദാഹരണം പറയണേ, ഈ പണത്തിന്റെ ഉടമസ്ഥ നമുക്ക് അനുവാദം തന്നാണെങ്കിൽ, സമ്പത്തിന്റെ ഉടമസ്ഥ നമുക്ക് അനുവാദം തന്നാലും പ്രശ്നമല്ല, ആരെങ്കിലും അനുവദിച്ചാൽ മതി. ഇപ്പൊ പിന്നെ എനിക്കൊരാളൊരു ഡ്രസ്സ് ഇടാൻ തന്നു, അല്ലെങ്കിൽ തന്നു, ആദ്യമായിട്ട് തന്നു, നമുക്ക് അനുവാദം തന്നു, വസ്ത്രാവസ്ത്രം നമ്മുടെ നശിച്ചു പോയാലും പ്രശ്നമില്ല, കാരണം അയാൾ തന്നാണ്. പിന്നെ ഒരാൾ നമുക്ക് ഭക്ഷണം തന്നു, അയാൾ നമ്മൾ ആ ഭക്ഷണം കഴിച്ചു, നശിപ്പിക്കണതിന്റെ ഹുക്കുമാണുള്ളത്. ആ ഭക്ഷണം നമ്മൾ തീർത്തല്ലോ, ഭക്ഷണം തന്നു, നമ്മൾ ആ ഭക്ഷണം കഴിച്ചു തീർത്തു. അപ്പൊ ആ ഭക്ഷണം പോയല്ലോ, അപ്പൊ നമ്മൾ അതിന്റെ ഉത്തരവാദിത്വം ഇല്ല, അയാൾ തന്നതല്ലേ. അപ്പൊ പണത്തിന്റെ ഉടമസ്ഥ നമുക്ക് തന്നാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മൂന്നാമത് വരിക, നമ്മുടെ ഉപദ്രവം, നമുക്കൊരു ഉപദ്രവം വരുമ്പോ തടുക്കാൻ വേണ്ടി പ്രതിരോധം എന്നോണം ചെയ്തതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയൽവാസിന്റെ പോത്ത് നമ്മളെ കുത്താൻ വന്ന് നമ്മൾ പ്രതിരോധം എന്നോണം അതിനെ തടുത്തപ്പോ അത് ചത്തുപോയി എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നമുക്ക് എന്തില്ല, ഇല്ല. നമ്മൾ പ്രതിരോധം എന്നോണം ചെയ്താണെങ്കിൽ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞിരുന്നു എന്നാണ്. അപ്പൊ ഇതില് ചില പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞൊരു വിഷയമാണ്, അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ ദേഷ്യപ്പെട്ടു, സ്വന്തത്തിന് വേണ്ടി അല്ലേ, രണ്ടാണ്, മനസ്സിലാക്കാൻ ഭയങ്കര പണിയാണ്. അള്ളാഹുവിന് വേണ്ടി ദേഷ്യപ്പെട്ടപ്പോ അയാളിൽ നിന്ന് ചില പദങ്ങൾ വന്നുപോയി. ആ പദങ്ങൾ ഗൗരവമുള്ള പദമാണ് ദീനില്, എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അയാൾക്ക് ഇല്ല. കാരണം അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെട്ടപ്പോ വന്നു പോയതാണ്, സ്വന്തത്തിന് വേണ്ടിയല്ല, മറ്റുള്ള ദേഷ്യം കൊണ്ടും അല്ല, വേറെ പകയല്ല, ഒന്നുമല്ല, അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെട്ടപ്പോ. ഉദാഹരണമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹാത്തിബിനോട് പറഞ്ഞത്. ഹാത്തിബ് റളിയല്ലാഹു അൻഹു കത്തയച്ചല്ലോ, മദീനത്തുനിന്ന് റസൂലുള്ളാഹിയും കൂട്ടരും അങ്ങോട്ട് വരുന്നുണ്ട്, മക്കത്തേക്ക് വരുന്നുണ്ട്. ശരിക്കും അങ്ങനെ കത്തയക്കാൻ പാടില്ല, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്താണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഅനി അദ്രിബു അനുഖ ഹാദൽ മുനാഫിഖ്, റസൂൽ എന്നെ വിട്, ഞാൻ ഈ മുനാഫിഖിന്റെ കഴുത്തറുക്കട്ടെ എന്ന് ആര് പറഞ്ഞു? ശരിക്കും ഒരാളെ മുനാഫിഖ് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യം വന്നപ്പോ വന്നുപോയ പദാണ്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്തുണ്ട്, അഫു ഉണ്ട്, അള്ളാഹു അത് വിട്ടുവീഴ്ചത് കൊടുക്കും തന്നെയാണ് മനസ്സിലാകുന്നത്. എന്നാൽ സ്വന്തത്തിന് വേണ്ടി ദേഷ്യപ്പെട്ടാൽ അതിലൂടെ ഉണ്ടാകുന്ന പദങ്ങൾക്ക് അയാൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തന്നെ വേണം. ഇതാണ് അടുത്ത ഒരു ഖായിദ ഉള്ളത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കൽപ്പിക്കപ്പെട്ട കാര്യം പൂർണ്ണമായി ചെയ്യാൻ കഴിയില്ലെങ്കിൽ, പ്രയാസം വന്നാൽ അതിൽ കഴിയുന്നത്ര ചെയ്യുക. പിന്നെന്ന് നമ്മൾ പുതിയ പഠിച്ചത് അനുവദിക്കപ്പെട്ട ആള്, ശർആൽ മതത്താൽ അനുവാദമുണ്ട് എന്ന് തെളിഞ്ഞ ഒരാളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്വം അയാൾ ഏറ്റെടുക്കേണ്ടതില്ല. സാധാരണ അസ്ൽ എന്താണ്, അസ്ൽ നിയമം എന്താണ്? നമ്മൾ കാരണം എന്ത് നശിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം എന്നാണ്. അനുവദിക്കപ്പെടുക എന്നുള്ളൊരവസ്ഥ
വേറൊരു സാഹചര്യത്തിലുണ്ട്. അതും കൂടി മനസ്സിലാവുമ്പോഴാണ് ആ ഖായിദ പൂർത്തിയാവുക. അൽഹംദുലില്ലാ, അള്ളാഹു കൂടുതൽ പഠിക്കാനും ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല ബോധത്തോടു കൂടി ചെയ്യാനും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരായി ജീവിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റി ജീവിക്കാനും മതം ആഴത്തിൽ പഠിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. هذا والله أعلم وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.